നല്ലതുപോലെ ആ ഒരു പഴുപ്പ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ എന്താ പറയുക, നമ്മൾ കോഴിക്കോടിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് കേട്ടോ. എന്ന് വെച്ചാൽ രാവിലെ തന്നെ ആയിട്ട് വീഡിയോ എടുക്കുന്നത്. ഈ രാവിലെ തന്നെ നമ്മൾ കോഴിക്കോടിനുള്ളിലേക്ക് കയറി കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വരാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഈ കൂടുണ്ടല്ലോ, നമ്മളെ ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങളിടുന്ന ഈ ഒരു കൂടില്ലേ, ഇത് ഫുള്ളും എന്താ പറയുക നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ മണ്ണും ചകിരിപ്പൊടിയല്ല ഇട്ട് കൊടുത്തത്. പിന്നെ തീറ്റേൻ്റെ അതൊക്കെ കൂടി വന്നപ്പോൾ ആ കൂടും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി ഇതാക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടോ, വീഡിയോ എടുക്കുമ്പോഴേക്ക് ഏകദേശം കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണങ്ങിയ മണ്ണ്, ഇനിയിപ്പോൾ ഏകദേശം ഇതിൽ ഉണങ്ങിയ മണ്ണ് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല മഴ ആയതുകൊണ്ട് ഉണങ്ങിയ മണ്ണൊക്കെ ഇനി വെയിലായിട്ട് ഉണങ്ങി വരണം. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആകെ അസ്വസ്ഥത കേട്ടോ. എന്താ വെച്ചാൽ ഇവർക്ക് ഈ ഒരു വന്നതുകൊണ്ട്. പിന്നെ ഇതിലിപ്പോൾ 2, 4, 4 ഇന്നലെ ചത്തുപോയി. ഇന്നലെ 2 ദിവസം കൊണ്ട് 4 ചത്തുപോയി കേട്ടോ. നല്ല ഉഷാറുള്ള ഐറ്റങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ ക്ഷീണം പിടിച്ച്. പിന്നെ ഒരുപാട് പേര് എനിക്ക് കമൻറ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു മരുന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം. എന്താ വെച്ചാൽ മുമ്പോട്ട് നമുക്കത് അറിഞ്ഞിരിക്കുകയും വേണമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കൂട് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ. എന്താ പറയുക, ഇത് കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയിട്ട് കൂടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആക്കിയതാട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് രാവിലെ തന്നെ അതിൻ്റെ പരിപാടിയിലാട്ടോ. നമ്മൾ ഈ ഒരു കൂട് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ചകിരിപ്പൊടി മണ്ണൊക്കെ ആകെ നാശമായിട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യായിരുന്നു. അപ്പോൾ ഇവരായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ അവരെ അതിൻ്റെ ഉള്ളിലായിട്ടില്ലേ. ഇപ്പോൾ രാവിലെ തന്നെ കുഞ്ഞുമക്കളെ മാത്രമേ തുറന്ന് വിട്ടിട്ടുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇതിന് കുറച്ച് കോയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ബാക്കി ഒരാളെയും തുറന്നിട്ടില്ല. നമ്മൾ കൂട്ടിൽ തന്നെയായിട്ടുള്ളത്. ഇതിൽ കുറച്ച് തള്ളക്കോയും കുഞ്ഞുങ്ങളും ഉണ്ട്. പിന്നെ നമ്മളെ കൂട് ഇവിടെ മൊത്തം നെറ്റാട്ടോ. അതുകൊണ്ട് കൂട്ടിൽ ഇങ്ങനെ കാഷ്ടൊന്നും തങ്ങിക്കില്ല. ഈ ഒരു കൂടൊക്കെ നമ്മളെ നെറ്റിൻ്റെ കൂടാട്ടോ. അടിഭാഗം നെറ്റാട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതും അതേപോലെ തന്നെ ചെറിയൊരു കൂടാണ്. ഇത് നമ്മൾ ഫസ്റ്റ് ഉണ്ടായപ്പോഴുള്ള കൂടാട്ടോ. അതിൽ കുറച്ച് എന്താ പറയുക, അടിഭാഗം കുറച്ച് നെറ്റെടുത്തൊക്കെ. പിന്നെ ഇപ്പം രണ്ടാമത് നെറ്റ് അടിക്കാൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ചെറിയൊരു വീഡിയോ രാവിലെ തന്നെ വന്നാട്ടോ. നമ്മളെ കോഴികളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടാട്ടോ മുട്ടയിടുന്ന. ചില ഉടുമ്പിൻ്റെ ഈ ഒരു ശല്യം കാരണം. ഇത് നമ്മളെ ഒരു കുരുപ്പ് വന്നൊരു കോഴിമക്കളാട്ടോ. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, കുരുപ്പൊക്കെ മാറി. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അവിടെ, ഇവർക്ക് കണ്ണിലേക്കാണല്ലോ അധികം പെട്ടെന്ന് വരും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് എനിക്ക് തോന്നും കണ്ണ് സൂക്കേടാൻ തോന്നുന്നുണ്ട് കേട്ടോ. അത് കണ്ടില്ല, നല്ലതുപോലെ ആ ഒരു പഴുപ്പ് പോലെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ എന്താ പറയുക, ഈ ഒരു പണീൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടി ആലോ വിചാരിച്ചിട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണ് സൂക്കേടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കോഴി വളർത്താൻ തുടങ്ങിയതിന് ശേഷം ഇത് 2ാമത്തെ ആട്ടോ. ഇതിന് മുമ്പ് ഒരു മുള്ളൻ കോഴിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ അറിയില്ലായിരുന്നു. നമ്മൾ ആദ്യം തന്നെ കോഴിനൊക്കെ വളർത്തി തുടങ്ങുന്നല്ലേ ഉള്ളൂ. പിന്നെ ഡോക്ടറെയൊക്കെ കാണിച്ച് ഡോക്ടർ അത് ഉള്ളത്തെ ആ ഒരു ഇതൊന്നും എടുത്ത് പോക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഡോക്ടർ കൊണ്ടുപോയി ഞാൻ വിക്ടറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പ് എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഡോക്ടർ ഇതിൻ്റെ ഉള്ളിലുള്ള കണ്ണിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പഴുപ്പും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്ത് കളയാനോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കണ്ണിലിട്ടിക്കാൻ ഒരു മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായി. പിന്നെ ഒരു ഓയിൽമെൻറ്റും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഇത് കറക്റ്റായിട്ട് മോളെ കൊണ്ട് ഇത് കോഴിനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ സാധനം എടുക്കുകയായിരുന്നു ചെയ്ത്. അതിന് ശേഷമായിട്ടോ കോഴിക്ക് നല്ലതുപോലെ ഒന്ന് മാറിക്കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിന് വന്നപ്പോഴും ഞാൻ ഇന്നലെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് അങ്ങനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതെടുത്ത് ഇങ്ങനെ ഇതേപോലെയൊക്കെ കോഴികൾക്ക് ഇങ്ങനെ കാണുകയാണെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഈ ഒരു കണ്ണിൻ്റെ ഈ ഒരു പഴുപ്പ് മാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുരുപ്പ് വന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസം ഞാൻ അങ്ങനെ വിട്ടു. പിന്നെ ഇതിങ്ങനെ അധികമായിട്ടോ. ഇതിപ്പോൾ നല്ലൊരു ഉഷാറുള്ളൊരു കോഴിമക്കളായിരുന്നു. ഇപ്പോൾ കുറച്ച് തീറ്റ എടുക്കലൊക്കെ കുറവൊക്കെ ആട്ടോ. ഇപ്പോൾ ഒരു കണ്ണ് കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, ഒരു കണ്ണ് എന്താ പറയുക നല്ലതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിലും കുരുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് എടുത്ത് ഒഴിവാക്കണം. അതിൻ്റെ ഉള്ളിലൊരു ലൈറ്റ്, ഈ ലൈറ്റ് കളർ, ഈ ഒരു മഞ്ഞ കളറുണ്ടല്ലോ,
അത് കണ്ണിലിങ്ങനെ നിറഞ്ഞിട്ടാട്ടോ ഈ ഒരു പൈപ്പ്. ഇത് പോക്കണം, ഇത് കുറച്ച് റിസ്ക്കാണ്, നമ്മൾ തോണ്ടി പോക്കണം. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് എന്താ വെച്ചാൽ ഇത് പോക്കാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇവരെ തൂവലിൻ്റെ ഒരു എന്താ പറയുക ഒരു മൂർച്ചയുള്ളൊരു ഭാഗം ഉണ്ടല്ലോ അത് തന്നെയാട്ടോ. ഞാൻ അതേപോലത്തെ തൂവലിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ അത് വെച്ചിട്ടാട്ടോ എടുക്കുന്നത്. നമ്മളെ ചിക്കൂട്ടി ഉറങ്ങി എണീച്ചിട്ടില്ല, അല്ലെങ്കിൽ ചിക്കൂട്ടിനെ കൊണ്ട് വീഡിയോ എടുക്കുമായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പിടിച്ച് നമ്മൾ ഇങ്ങനെ ഞെക്കുമ്പോൾ തന്നെ അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ വീഡിയോ ഇതെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ഞെക്കുമ്പോൾ തന്നെ ഒരു വെള്ളൊരു പാട പോലെ അത് വരുന്നുണ്ട് കണ്ണിൻ്റെ അവിടുന്ന്. എൻ്റെ ഒരു സംശയം മാത്രം കേട്ടോ, ഇതേപോലെ കണ്ണിൻ്റെ ഈ ഒരു പഴുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണ് നഷ്ടപ്പെടുമോ എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു കണ്ണിൻ്റെ ഈ ഒരു പഴുപ്പ് നമ്മൾ എടുക്കാതെ നമ്മൾ കണ്ണിൽ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, കോഴികളെ കണ്ണ് നഷ്ടപ്പെടുമോ എന്നും കൂടി ഒന്ന് പറഞ്ഞു തരണേ. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കോഴിൻ്റെ കണ്ണിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റിയ ശേഷം കണ്ണിൻ്റെ ഒരു ഇത് കാണുന്നേ ഇല്ല. പിന്നെ നമ്മൾ തോണ്ടി എടുത്തതിന് ശേഷം കണ്ണ് എനിക്കൊന്ന് നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ മുമ്പ് നമ്മൾ കണ്ണിൻ്റെ ഒരു തോണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഈ ഒരു കോഴിൻ്റെ കണ്ണിൻ്റെ തോണ്ടി എടുത്തത്. പക്ഷേ കണ്ണിൻ്റെ ഒരു അംശം പോലും ഇതൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചാട്ടോ, കണ്ണിൻ്റെ ഉൾഭാഗത്തെത്തിട്ടോ. അപ്പോൾ ഇതാണ് തോണ്ടിയെടുത്ത സാധനങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മളിത് ആകെ ആൾ നല്ല ക്ഷീണിച്ചിട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അരിയും അതേപോലെ കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. എന്ന് വെച്ചാൽ നല്ലൊരു കോഴിമക്കൾ എന്താ ഇപ്പോൾ ഇത് വേദന കൊണ്ടായിരിക്കാം, അത് എന്താ പറയുക കുറച്ച് ദിവസം നല്ലതുപോലെ ഭക്ഷണമൊന്നും കഴിക്കുന്നൊന്നുമില്ല, ഒരു സൈഡിൽ പോയി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ചെയ്യുന്നത്. പിന്നെ കണ്ണിൻ്റെ നല്ലതുപോലെ വേദന സഹിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും. അപ്പോൾ എന്തായാലും ഇത് തീറ്റയും വെള്ളമൊക്കെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊത്തി കഴിക്കുന്നുണ്ട്, എന്താ അറിയില്ല, ചത്തു പോകുമൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പിന്നെ എന്താ പറയുക, ഇതേപോലെ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും കോഴിയുടെ കണ്ണ് സൂക്കേട് വന്നിട്ട് ഒരു അനുഭവമൊക്കെ എന്താ പറയുക കോഴി വളർത്തുന്ന ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എന്താണെന്നുള്ളതൊക്കെ ഒന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ കുഞ്ഞ് എന്താ പറയുക ഇങ്ങനെ കുറച്ച് കഴിക്കുന്നുണ്ട്, പിന്നെ അത്യാവശ്യം നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നും അറിയില്ല എന്താ സംഭവിക്കുക അറിയില്ല, ചത്തുപോകുമെന്ന് എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കുഴപ്പമില്ല, കണ്ണ് എന്താ പറയുക നമ്മൾ ആ ഒരു സ്ഥാനത്ത് കണ്ണെന്നെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ പുതുതായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ ഫാമിലി മെമ്പേഴ്സിലായ കുറച്ച് പേരൊക്കെ ഉണ്ട്, അറിയുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു അനുഭവം നമ്മുടെ കോഴികളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എന്താ പറയുക, സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ ടെൻഷനായി. നമ്മൾ ഇത്രയും വിചാരിച്ചില്ല. നമ്മളത് തോന്നുന്നതിനനുസരിച്ച് കണ്ണിൻ്റെ ഒരു അംശം പോലും ഞാൻ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.